ഭയം ഒരു കെണിയാണ് എന്നാണ് തിരുവചനം പറയുന്നത്. ഭയപ്പെടുന്ന വ്യക്തി കെണിയിലകപ്പെട്ട ഒരു ജീവിക്ക് തുല്യമാണ്. കെണിയിലകപ്പെടുമ്പോൾ ആ ജീവിക്കോ ആ മൃഗത്തിനോ മുറിവേൽക്കുകയും അനങ്ങാൻ സാധിക്കാത്ത വിധം ജീവിതം സ്തംഭിച്ചു പോവുകയും ചെയ്യുന്നു. ആ ഭയം എന്തിനെക്കുറിച്ചും ആയിക്കൊള്ളട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 25-ാം വാക്യം, മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. ഭയത്തിൻ്റെ ഈ കണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവിൽ വിശ്വാസമർപ്പിക്കുവാനാണ് തിരുവചനം പറയുന്നത്. അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം ലോകത്തിൻ്റെ വചനങ്ങളെയെല്ലാം മനസ്സിൽ നിന്നും നീക്കിക്കളഞ്ഞ് യേശുവിൻ്റെ തിരുവചനത്തിൽ വിശ്വസിക്കുക എന്നതാണ്. ഭയം നമ്മിലുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നതും അതാണ്. കർത്താവിൻ്റെ തിരുവചനം നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലും നിറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. അതിനു പകരം ലോകത്തിൻ്റെ വചനങ്ങൾ നമ്മിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭയം നമ്മെ വിട്ടുപോകാത്തത്. തിരുവചനം വായിക്കുക, തിരുവചനം കേൾക്കുക, തിരുവചനങ്ങൾ എഴുതിയെടുക്കുക, തിരുവചനങ്ങൾ പഠിക്കുക, തിരുവചനങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി പറയാം: തിരുവചനങ്ങൾ വായിക്കുക, തിരുവചനങ്ങൾ കേൾക്കുക, തിരുവചനങ്ങൾ എഴുതിയെടുത്ത് തിരുവചനങ്ങൾ പഠിക്കുക, തിരുവചനങ്ങൾ ധ്യാനിക്കുക, തിരുവചനങ്ങൾ പല പ്രാവശ്യം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, തിരുവചനങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങയെ നന്ദിപൂർവ്വം സ്തുതിക്കുന്നു. ഞങ്ങളെ ഭയത്തിൽ നിന്നും വിടുതൽ നൽകുന്ന തിരുവചനങ്ങൾ വെളിപ്പെടുത്തലുകളായി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് നൽകുന്ന തിരുവചനങ്ങൾ കണ്ടുപിടിച്ച് വായിക്കുവാനും കേൾക്കുവാനും എഴുതിയെടുത്ത് പഠിക്കുവാനും ധ്യാനിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ. ഭയത്തിൻ്റെ എല്ലാ തിന്മകളും ദുഷ്ടശക്തികളും തിരുവചനത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അഭിഷേകത്താൽ ഞങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അലസതകളും മടിയും വിട്ടുമാറി തിരുവചനത്തെ സ്നേഹിക്കുവാനും തിരുവചനങ്ങളെ സ്വീകരിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ. തിരുവചനാഭിഷേകത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തിന്മകളും ദുഷ്ടശക്തികളും യേശുനാമത്തിലും ക്രിസ്തുവിൻ്റെ കുരിശുമരണത്താലും വിട്ടകന്നു പോകട്ടെ. തിരുരക്താഭിഷേകവും തിരുവചനാഭിഷേകവും പരിശുദ്ധാത്മാഭിഷേകവും എല്ലാവരിലും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരിലും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.